സെന്റിനും ഭൂമിക്കും വിലക്കുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും ഒരു വഴിയുടെ വക്കിലാണ് നമ്മുടെ അതിര് നിൽക്കുന്നതെങ്കിൽ, ഒരു മൂലയാണ്, ആ മൂല ഒന്ന് വളച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 1/2 സെന്റ് ആയിരിക്കും നഷ്ടപ്പെടുന്നുണ്ടാവുക. 1/2 സെന്റ് അള്ളാഹ്ക്ക് വേണ്ടി പടച്ചവനെ വിചാരിച്ച് നിങ്ങളുടെ അരികത്തുകൂടെ പോകുന്ന 100 കണക്കിന് ആളുകൾ, അതിൽ പ്രായമുള്ള രോഗികളുണ്ട്, ഡയാലിസിസിന് പോകുന്നവരുണ്ടാകും, ഹാർട്ട് അറ്റാക്ക് പിടിച്ച് ഓടുന്നവരുണ്ടാകും. ഒരു വണ്ടി വന്നാൽ തിരിക്കാൻ പറ്റൂല, ഒന്ന് ചെരിക്കാൻ പറ്റൂല, അപ്പോഴേക്ക് മുട്ടി ഇവിടെ കുത്തി, ഒന്ന് ചെരിയാൻ കഴിയില്ല. ഒരു ബൈക്ക് വന്നാൽ സേരെടുക്കാൻ പറ്റൂല. ആരാണ് ഇതൊക്കെ വെച്ച് പൂട്ടി വെക്കുന്നതെന്നറിയോ? അള്ളാഹു ഭൂമി കൊടുത്ത ആളുകൾ, അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളെ. ആ മതില് വെക്കുന്നത് 2 അടി ഇങ്ങോട്ടുള്ളിലേക്ക് വലിച്ചാൽ, ആ മൂലെങ്ങനെ കൂർപ്പിച്ച് നിർത്താതെ ഒന്ന് നേരെയാക്കി കൊടുത്താൽ എത്രയോ മുഅ്മിനീങ്ങളുടെ നല്ല പ്രാർത്ഥന കിട്ടും. നല്ല മനുഷ്യൻ കേട്ടോ, ബുദ്ധിമുട്ടാക്കാതെ പോകാൻ പറ്റിയല്ലോ, എന്തൊരു സൗകര്യം ചെയ്തു കൊടുത്തു. ഇത് മാത്രം നമ്മൾ ചെയ്യൂല. കൊല്ലം മുഴുവൻ ഉംറക്ക് പറക്കും, എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുന്നുണ്ട്. സ്വന്തം നാട്ടുകാർ, സ്വന്തം അയൽവാസികൾ ഈ മനുഷ്യന്റെ ഒരു 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 പിടിവാശി കൊണ്ട് പ്രയാസത്തിലാണെങ്കിൽ എന്താ മുഅ്മിനെ കാര്യം? ആളുകളുടെ ശാപല്ലേ നമ്മൾ കേൾക്കുന്നത്? അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്തു, അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് പറയാൻ. നമ്മുടെ നാടുകളിൽ വഴികൾ ഇങ്ങനെ ഇടുക്കി കൊടുത്ത് വഴി തടസ്സമുണ്ടാക്കുന്നത് നീക്കിയാൽ അള്ളാഹിന്റെ റസൂല് പറയാൻ, സ്വർഗത്തിൽ ആനന്ദിച്ച് നടക്കാൻ അവർക്ക് വഴിയാകുമത്. ഒരു മരം മുറിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ അള്ളാഹു ഈ സൗകര്യം ചെയ്തിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ലഖദ് റഅയ്തു, നബി ഞങ്ങൾ പറയാൻ, ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട്, റജുലൻ, ഒരാളെ, യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആനന്ദിച്ച് നടക്കുകയാണ്. അയാൾ ചെയ്ത പണി എന്താണെന്നറിയോ? ഫീ ഷജറത്തിൻ ഖതഅഹാ, ഒരു മരം മുറിച്ചെടുത്തു. അതൊരു പക്ഷേ കൊമ്പ് വെട്ടി കൊടുക്കലാകാം, മതിലൊന്ന് ഉള്ളിലിട്ട് വലിച്ചു കൊടുക്കലാകാം. ആളുകൾ പൈസക്ക് ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട്. വാശി കൊണ്ട് എന്റെ വീട്ടിലേക്ക് ഒരു വഴി സൗകര്യത്തിനാണ് ഒരു 2 സെന്റ് തരുമോ, എനിക്ക് 100 കോടി തന്നാലും ഞാൻ തരൂല എന്ന് പറയുന്ന മനുഷ്യന്മാർ. എന്ത് അഹങ്കാരമാ റബ്ബേ ഇതൊക്കെ! മാന്യമായ ഒരു 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 വില പറയുന്നത് ഒക്കെ വില കൂട്ടിച്ചോദിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി എത്ര തന്നാലും തരൂല എന്ന് വരെ പറയുന്ന ആളുകൾ. ഇതൊക്കെ ദുൽമാണ് മുഅ്മിനെ. എന്നിട്ടൊക്കെ നമ്മൾ മുസ്ലിമിന്റെ പേരും പറഞ്ഞ് നടക്കുകയാണോ? ഇതാണോ ഇസ്ലാം എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? വഴി സൗകര്യങ്ങൾ അല്ലാഹു വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ് മുഅ്മിനെ.